ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പം നോമ്പായതുകൊണ്ട് എന്നും ഇങ്ങനെ ഓരോ വെറൈറ്റി ഡ്രിങ്ക് ഇങ്ങനെ ഉണ്ടാക്കല്ലേ. അപ്പം ഇന്നലെ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ ഒന്നുമില്ല കേട്ടോ. ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയപ്പം നാരങ്ങ ഉണ്ട്, പക്ഷേ നാരങ്ങളും വേണ്ടാന്ന് വെച്ചിട്ടാണ്. അപ്പം ഞാൻ രാവിലെ തന്നെ കുറച്ച് മറ്റേ കസ്കസ് എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ഒരു ജ്യൂസ് ഉണ്ടാവും, അപ്പൊ അതിക്ക് ഇട്ടുകൊണ്ട് കുടിക്കാന്നുള്ള രീതിക്ക് അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒന്നും നോക്കിയിട്ട് കാണാനല്ല. അപ്പൊ ഫ്രിഡ്ജിൽ പാലുണ്ട്, പാല് വെച്ചിട്ട് നമുക്കൊരു ഇത് ചെയ്യാട്ടോ, ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി എടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാക്കറ്റ് പാലുണ്ട്, ആ പാല് ഞാൻ ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് പഞ്ചസാര കേട്ടോ, പഞ്ചസാര മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് ഇട്ട് കൊടുക്കുക. മധുരം പാകം മതി എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഞാൻ പാകത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടോ മൂന്നോ ഏലക്കായ ഇട്ട് കൊടുക്കുക കേട്ടോ. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. പിന്നെ ഇതാണ് ഇതിക്ക് മെയിനായിട്ട് ഞാൻ കൂട്ടുന്നത് കേട്ടോ. ബദാം മിക്സ്, ടൈഗറിന്റെ ബദാം മിക്സ് ആണ്. പിന്നെ ഇതിന് 35 രൂപയുള്ളൂ കേട്ടോ. അപ്പം ഞാനിത് 36 രൂപ വില ഉണ്ടെങ്കിലും 35 രൂപക്കാണ് തന്നത് കേട്ടോ. അപ്പം ഇതിന്റെ ഒരു 3-4 ടോപ്പ് ഇത് കുറ്റിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മൾ നന്നാക്കിയിട്ടൊന്ന് അടിച്ചെടുക്കുക. നല്ല ടേസ്റ്റ് ആട്ടോ ഈ ബദാമിന്. ഇങ്ങനെ ഈ ടൈഗറിന്റെ ഇത് അതേപോലെ തന്നെ മാംഗോ ഉണ്ടല്ലോ, മാംഗോ ഉണ്ട്, പിസ്ത ഉണ്ട്, ഒക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ കേട്ടോ. അപ്പൊ ഇങ്ങനെ എന്താ ഉണ്ടാക്കാന്ന് ഇങ്ങനെ ആലോചിച്ചിങ്ങനെ നിന്നപ്പോഴാണ് ഈ ഒരു ടൈഗറിന്റെ എസൻസ് ഫ്രിഡ്ജിൽ നിന്ന് കിട്ടിയത്. അപ്പൊ പെട്ടെന്ന് തന്നെ ഇടിപിടി ഇറങ്ങാണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ ഒരു ജ്യൂസ്. അപ്പം ഒന്നും ഇല്ലെങ്കിലും ഇങ്ങനത്തെ ഒരു എസൻസ് വാങ്ങി വെച്ചാൽ ഇപ്പൊ നമുക്ക് പാലില്ലെങ്കിലും നമുക്ക് വെള്ളം ഇങ്ങനെ സാധാരണ നമ്മൾ ഐസ് വാട്ടർ ഒക്കെ ഉണ്ടാവില്ല, അപ്പൊ അതിൽ വെച്ചിട്ടും ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പൊ പാല് വേണം നിർബന്ധമൊന്നുമില്ല. പാലുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ടാവും. പാലില്ലെങ്കിൽ നമ്മൾ സാധാ വെള്ളം കുടിക്കും പോലെയൊക്കെ അങ്ങനെ കുടിക്കാം. ദാഹത്തിനല്ലേ, ദാഹത്തിന് ഇപ്പൊ എങ്ങനെയായാലും മതിയല്ലേ നമുക്ക്. പിന്നെ ഇപ്പം എന്ന് പറഞ്ഞാൽ നല്ല ചൂടാണല്ലോ, ചൂട് കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഡ്രിങ്ക് ആണ് ഇട്ടത്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് കട്ടൻ ചായക്കൊക്കെ പകരം ഇങ്ങനെയൊക്കെ കൊടുക്കാം. 4 മണിക്കൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമല്ലോ. പിന്നെ അത് നോമ്പും കാലത്ത് നിന്ന് മാത്രമല്ല, ഏത് കാലത്താണെങ്കിലും ഇപ്പം ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ചൂടാണല്ലോ, അപ്പൊ നമുക്ക് ഇടയ്ക്കൊക്കെ കുടിക്കണമെന്നുണ്ടെങ്കിലും കട്ടൻ ചായ മാക്സിമം ഒഴിവാക്കിയാണ്ട് ഇങ്ങനത്തെ കുടിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പൊ നമ്മളെ അടിപൊളിയായിട്ടുള്ള ഡ്രിങ്ക് ഒക്കെ ഇവിടെ റെഡി ആയി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.